ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള പ്രതികരണമാണ് നടന്നത്. പാർഷ്യലി പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. നിഫ്റ്റി 25,000 മേളിലോട്ട് പോവാതെ റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. നിഫ്റ്റി 50യും നിഫ്റ്റി മിഡ് ക്യാപ്പും എല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,752 73 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി ബാങ്ക് 64 പോയിൻറ്റ്സ് ഉയർന്ന് 55,417 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 13 പോയിൻറ്റ്സ് കുറഞ്ഞ് 57,141 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 58 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 17,784 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 18.01 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 81,312 ക്ലോസ് ചെയ്യുമ്പോൾ 239 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII-FI നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന്. DII നല്ലൊരു ബൈ 7,911 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധം 4,662 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് HDFC ലൈഫ് 1.51% റാലി നടത്തി. ബെൽ 1.27%, ബജാജ് ഫിനാൻസ് 1.21%, ഹീറോ മോട്ടോകോപ്പ് 0.87%, ഭാരതി എയർടെൽ 0.63%, അദാനി പോർട്സ് 0.50%, HCL ടെക് 0.48%, ICICI ബാങ്ക് 0.55%, NTPC 0.40% ആൻഡ് SBI ലൈഫ് 0.36% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.93% കുറവുണ്ടായി. അപ്പോളോ ഹോസ്പിറ്റൽസ് 1.89% കുറവ് കാണിച്ചു. അൾട്രാസെംകോ 1.82%, ഹിൻഡാൽകോ 1.65%, നെസ്ലെ ഇന്ത്യ 1.62%, ടാറ്റ കൺസ്യൂമർ 1.61%, ഗ്രാസിം 1.50%, M&M 1.49%, JSW സ്റ്റീൽ 1.35% ആൻഡ് ITC 1.19% കുറവാണെന്ന് കണ്ടത്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ നിഫ്റ്റി 22,530 നിന്നിരുന്നത്. അവിടെ നിന്ന് 24,742 നിൽക്കുമ്പോൾ 9.86% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,742 നിൽക്കുമ്പോൾ 4.25% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,001 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 24,826 ക്ലോസ് ചെയ്തു, വെനസ്ഡേ അതിൽ നിന്ന് 24,758 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,290 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,282 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണം കാണാൻ സാധിക്കും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതിൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഫിൻ സർവീസ്, നിഫ്റ്റി മീഡിയ ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് മാത്രമേ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ മാത്രമേ ഇന്ന് അബവ് 1% മേളിൽ റാലി നടത്തിയിട്ടുള്ളൂ. നിഫ്റ്റി ഓട്ടോ ഇന്ന് 23,437 ക്ലോസ് ചെയ്തപ്പോൾ 159 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 7 പോയിൻറ്റ്സ് ഉയർന്നു 35,888 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിൻ സർവീസ് 26,451 ക്ലോസ് ചെയ്തപ്പോൾ 31 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 843 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 55,703 ക്ലോസ് ചെയ്തു. 1.49% കുറവാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 13,913 ക്ലോസ് ചെയ്തപ്പോൾ 91 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 21 പോയിൻറ്റ്സ് കുറഞ്ഞ് 8,967 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,465 ക്ലോസ് ചെയ്തപ്പോൾ 35 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി മീഡിയ എന്ന് 1707 ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 55 പോയിൻറ്റ്സ് കുറഞ്ഞ് 9239 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,457 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ കുറവൊന്നും ഉണ്ടായിട്ടുള്ളൂ. നിഫ്റ്റി ഫാർമ 131 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,393 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6797 ക്ലോസ് ചെയ്തപ്പോൾ 65 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഗെയിനാണെന്ന് കാണാൻ സാധിച്ചത്. നിയർലി 1% ഗെയിൻ എന്ന് കണ്ടു. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 1 പോയിൻ്റ് ഇടിഞ്ഞ് 944 ക്ലോസ് ചെയ്തു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ USA നാളെ GDP ഡേറ്റ 29 മെയ്ക്ക് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ആൾ.